ആയില്യം തിരുനാൾ മഹാരാജാവ് നിർമ്മിച്ച കോട്ടയം കുമളി റോഡിന്റെ ദിശ മാറിയിട്ട് ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുന്നു. വളഞ്ഞാങ്ങാനത്ത് നിന്ന് പീരുമേട് വരെയുള്ള ഭാഗങ്ങളിൽ 2 പാലങ്ങൾ 1924 വെള്ളപ്പൊക്കത്തിൽ തകർന്നതിനെ തുടർന്നാണ് പിന്നീട് കുട്ടിക്കാനം വഴി റോഡ് മാറിയത്. ഇപ്പോൾ കൊട്ടാരക്കര ദിണ്ടുക്കൽ NH 183 റോഡ് മുമ്പ് കോട്ടയം കുമളി റോഡ് ആയിരുന്നു. 99 വെള്ളപ്പൊക്കമെന്നറിയപ്പെടുന്ന 1924 പ്രളയത്തിൽ വളഞ്ഞാങ്ങാനത്തു നിന്നും പീരുമേടിലേക്കുള്ള വഴിയിലെ 2 പാലങ്ങൾ തകർന്നു. വളഞ്ഞാങ്ങാനത്തു നിന്ന് പീരുമേട് വരെ 4 കിലോമീറ്റർ മാത്രമായിരുന്നു ദൈർഘ്യം. മലയോര പ്രദേശത്തു കൂടിയുള്ള ഗതാഗതം ഇതോടെ തടസ്സപ്പെട്ടു. തുടർന്ന് വളഞ്ഞാങ്ങാനത്തു നിന്നും കുട്ടിക്കാനത്തേക്ക് എത്തി അവിടെ നിന്നും പീരുമേട് വഴിയായി യാത്ര. പിന്നീട് ഈ പാത പ്രധാന പാതയാക്കുകയും കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയുടെ ഭാഗമാക്കുകയും ചെയ്തു. രാജാവിന്റെ വേനൽക്കാല വസതി കുട്ടിക്കാനത്തായിരുന്നു. പഴയ പീരുമേട് ദേവികുളം റോഡ് പീരുമേട്ടിൽ നിന്നും കുട്ടിക്കാനം വഴിയാണ് കടന്നുപോയിരുന്നത്. ഈ റോഡുകളെ ബന്ധപ്പെടുത്തിയാണ് അന്ന് KK റോഡ് കുട്ടിക്കാനം വഴിയാക്കി മാറ്റിയത്. സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരമുള്ള പീരുമേട്ടിൽ അന്ന് ഒരാഴ്ച പെയ്തത് 591.30 മില്ലിമീറ്റർ മഴയാണ്. ശേഷം 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പ്രദേശം അത്തരമൊരു മഴയ്ക്ക് സാക്ഷിയായിട്ടില്ലെന്നും അന്ന് ജില്ലയിൽ മൂന്നാറിലുണ്ടായ വലിയ സംഭവങ്ങൾക്കിടെ പീരുമേട്ടിലുണ്ടായ ദുരിതങ്ങൾ വാർത്തയായില്ലെന്നും പഴമക്കാർ പറയുന്നു. പഴയ പാത പുനർനിർമ്മിക്കുവാൻ നടപടികൾ ആരംഭിച്ചെങ്കിലും നടപടിയായിട്ടില്ല. വീണ്ടും പൊതുമരാമത്ത് ജോലി ടെൻഡർ ചെയ്ത പണികൾ തുടങ്ങിയെങ്കിലും വനം വകുപ്പിന്റെ തടസ്സം മൂലം പണികൾ നിർത്തി. പൊതുമരാമത്ത് അത് ടെൻഡർ ചെയ്തെങ്കിലും വനം വകുപ്പിന്റെ തടസ്സവാദം കൊണ്ട് അത് റോഡിന്റെ പ്രവർത്തനം നിലയ്ക്കുകയുണ്ടായി. 4 കിലോമീറ്റർ മാത്രം പീരുമേട് വളഞ്ഞാങ്ങാനം ദൈർഘ്യമുള്ള ഈ റോഡ് കൂടുതൽ ഇന്ധന ലാഭവും വളരെ ലാഭകരമായ ഒരു റോഡാണ്. ഒരു ബൈപ്പാസ് ആയിട്ട് ഇത് വളരെ അനിവാര്യമായിട്ട് ചെയ്യേണ്ടതാണ്. 3 പാലങ്ങളാണ് പ്രദേശത്തുണ്ടായിരുന്നത്. അതിൽ 1-ാം പാലമാണ് ഇന്ന് വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടം. 2-ാം പാലം, 3-ാം പാലം എന്നിവയാണ് തകർന്നത്. ഈ റോഡിന്റെ പണികൾക്കായി വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന തോട്ടാപ്പുര, പീരുമേട് പഴയ പാലം എന്നിവ ഇന്നും ചരിത്ര അവശേഷിപ്പുകളായി ഉണ്ട്. മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടകർ ഈ റോഡിലൂടെ കാൽനടയായി സന്നിധാനത്തേക്ക് പോകാറുണ്ട്. റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.